ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില സംശയങ്ങൾ പറയാം. അതായത് ഇപ്പം ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത് ചെയ്യും എന്ന്. ഇനി നമുക്ക് പറയണം ചെയ്യുമായിരിക്കുമെന്ന്. ഇനി നമുക്ക് പറയണം ചെയ്തിട്ടുണ്ടാകുമെന്ന്. അല്ലെങ്കിൽ നമ്മൾ പറയണം ചെയ്യുമായിരിക്കുമെന്ന്. അപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം വില്ല് ഉപയോഗിച്ചല്ലേ പറയേണ്ടത്, അതല്ലെങ്കിൽ ഫ്യൂച്ചർ അല്ലേ എന്നൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ സെന്റൻസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മൾ ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് അവൾ പാർട്ടിക്ക് വരും, ഞാൻ നിന്നെ നാളെ വിളിക്കാം, അവർ കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കും, ഞാൻ അത് ചെയ്യും. അങ്ങനെ നമുക്ക് ഫ്യൂച്ചറിൽ ഇതൊന്നും നമ്മളിപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളാണ് അല്ലേ. പാർട്ടിക്ക് വരും എന്നുള്ളതും ജോലി പൂർത്തിയാക്കും എന്നുള്ളതും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളത് ചെയ്യും എന്ന് ഉറപ്പുള്ള കാര്യമാണ് എങ്കിൽ നമ്മൾ വില്ലാണ് ഉപയോഗിക്കേണ്ടത്. വിൽ പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോം. അവൾ പാർട്ടിക്ക് വരും. അവൾ എന്ന് പറയാൻ നമ്മൾ ഷീ ഉപയോഗിക്കുന്നു. ഷീ വിൽ വേണമെന്ന് ഞാൻ പറഞ്ഞു. വരും കം. ഷീ വിൽ കം ടു ദ പാർട്ടി. അപ്പൊ ഇത് ഉറപ്പാണ്, അവൾ വരും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ എഴുതി ഷീ വിൽ കം ടു ദ പാർട്ടി. വിൽ കം എന്ന് പറഞ്ഞാലാണ് വരും എന്ന അർത്ഥം നമുക്ക് കിട്ടുക. അപ്പൊ വിൽ കെയിം എന്ന് നിങ്ങൾ എഴുതരുത്, വിൽ കം വരും. ഞാൻ നിന്നെ നാളെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ നാളെ വിളിക്കും. രണ്ടും നമുക്ക് പറയാം കേട്ടോ. വിളിക്കും എന്നും വിളിക്കാം എന്നും വരുമെന്നും വരാമെന്നും നിങ്ങൾ ഫ്യൂച്ചർ പഠിച്ച നിങ്ങൾക്കറിയാം. ഞാൻ ഐ വിൽ കോൾ വിളിക്കുക. കോൾഡ് എന്ന് പറ്റില്ല, വിൽ ആയതുകൊണ്ട്. ഐ വിൽ കോൾ യു നിന്നെ നാളെ. ഐ വിൽ കോൾ യു ടുമോറോ. അപ്പൊ വിൽ കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കാം അല്ലെങ്കിൽ വിളിക്കും എന്നാണ് അർത്ഥം. ഇനി അവർ കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കും. അപ്പൊ അവരെന്ന് പറയാൻ നമുക്ക് ദേ വേണം. ദേ വിൽ ഫിനിഷ് ദ വർക്ക് കൃത്യസമയത്ത്. ഓൺ ടൈം. ഓൺ ടൈം. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ അത് ചെയ്യും. നിങ്ങൾ തന്നെ എഴുതൂ. ഐ വിൽ ഡു ദാറ്റ്. അപ്പോ വിൽ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യും. അപ്പൊ നമുക്ക് എന്താണെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ല, ഫ്യൂച്ചറിൽ നമ്മൾ അത് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പ്, നല്ല ഉറപ്പാണ് അത് നമ്മൾ ചെയ്യുമെന്ന്. അങ്ങനത്തെ സെന്റൻസുകളാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മൾ വിൽ പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മളിങ്ങനെയല്ലേ, വിൽ കം വേർബിന്റെ ഫസ്റ്റ് ഫോം, വിൽ കോൾ ഫസ്റ്റ് ഫോം, വിൽ ഫിനിഷ് ഫസ്റ്റ് ഫോം, വിൽ ഡു ഫസ്റ്റ് ഫോം. അപ്പോൾ വില്ല് ഉപയോഗിച്ചിട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചെങ്കിൽ നമ്മളത് പറയണത് കൃത്യമായി ഞാനത് ചെയ്യും എന്ന്. പക്ഷെ ഇനി എനിക്ക് പറയണം മഴ പെയ്യുമായിരിക്കും, ഉറപ്പില്ല. അവൾ ജോലി തീർക്കുമായിരിക്കും. ഇങ്ങനെ ചില ഉറപ്പില്ലാത്ത കാര്യങ്ങളും നമുക്ക് സംസാരിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് വില്ല് ഉപയോഗിച്ചിട്ടാണ് എങ്കിൽ ഉറപ്പുള്ള കാര്യത്തിനാണ് വില്ല് ഉപയോഗിച്ച് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കൂ, ഇന്ന് വൈകുന്നേരം മഴ പെയ്യുമായിരിക്കും. എനിക്ക് ഉറപ്പില്ല, ഇന്ന് വൈകുന്നേരം മഴ പെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത്, പെയ്യുമായിരിക്കും. കട അടച്ചായിരിക്കും, അടയ്ക്കുന്ന സമയമായി, കട അടച്ചായിരിക്കും, എനിക്ക് ഉറപ്പില്ല. അവൻ ഇപ്പോ വീട്ടിലായിരിക്കും, നോട്ട് ഷുവർ, ഇതൊന്നും എനിക്ക് ഉറപ്പില്ല, പക്ഷെ എനിക്കൊരു സംശയമാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് മേ ബി, നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ മൈറ്റ് ബി. ഇത് ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കും? മേ ബി, മൈറ്റ് ബി. മൈറ്റ് ബി മേ ബിയും തമ്മിൽ ഒരു എന്താ പറയുക, സാധ്യത കൂടുതലോ കുറവോ എന്നൊക്കെ ഉള്ളതുള്ളൂ. ഇതിന്റെ കൃത്യം പെർസെൻറ്റേജ് തന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ കഴിയുമെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ടും കേൾക്കണം, എങ്കിൽ മാത്രമേ മേ ബി മൈറ്റ് ബിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഉറപ്പുള്ള കാര്യത്തിന് നമ്മൾ വിൽ ഉപയോഗിച്ചു. ഇനി ചെയ്യുമായിരിക്കും, സംശയമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയണം, ഇന്ന് വൈകുന്നേരം മഴ പെയ്യുമായിരിക്കും. ഇറ്റ് മേ rain in this evening. It may rain in this evening. മഴ പെയ്യുമായിരിക്കും ഇന്ന് ഈവനിങ്ങില്. അപ്പൊ നിങ്ങൾ ഇനി ചിന്തിക്കുക, ഇവിടെ ബി മൈറ്റ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബി ഇല്ലല്ലോ എന്നുള്ളത്.
അതറിയണമെങ്കിൽ നമ്മൾ ബി ഫോം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതറിഞ്ഞാലേ അറിയുള്ളൂ. അതൊന്നും ഇപ്പൊ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. കട അടച്ചായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. ദ ഷോപ്പ്, തീരെ ഉറപ്പില്ല കേട്ടോ. ദ ഷോപ്പ് മൈറ്റ് ബി ക്ലോസ്ഡ്. ദ ഷോപ്പ് മൈറ്റ് ബി ക്ലോസ്ഡ്, തീരെ ഉറപ്പില്ല. അവനിപ്പോ വീട്ടിലായിരിക്കും. ഹി മേ ബി അറ്റ് ഹോം. അപ്പോൾ എന്താണ്, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വിൽ ഉപയോഗിക്കുന്നു, ഉറപ്പിന് ഇത്തിരി കുറവുണ്ടെങ്കിൽ നമ്മൾ മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇത് നമ്മൾ പഠിച്ചത് എന്താ, ചെയ്യുമായിരിക്കും, അടച്ചായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയണം ചെയ്തിട്ടുണ്ടാവാം, അടച്ചിട്ടുണ്ടാവാം. അങ്ങനെ ടുണ്ടാവാം എന്ന് പറയണമെങ്കിൽ നമുക്കൊരു സാധനം വേണം. ശ്രദ്ധിക്കൂ, നമ്മളിപ്പോ പറഞ്ഞു ചെയ്യും, ചെയ്യുമായിരിക്കും, സംശയത്തോടെ പറഞ്ഞു. ഇനി ചെയ്തിട്ടുണ്ടാവാം. അവൾ മീറ്റിങ്ങിനെ കുറിച്ച് മറന്നിട്ടുണ്ടാവാം, മറന്നിട്ടുണ്ടാവാം. അവിടെ നമുക്ക് വേണ്ടത് മസ്റ്റ് ഹാവ് ആണ് വേണ്ടത്. മസ്റ്റ് ഹാവ്, മറന്നിട്ടുണ്ടാവാം, മസ്റ്റ് ഹാവ്. അപ്പോ ഷീ മസ്റ്റ് ഹാവ്, ഹാവ് വന്നു, V3 വേണം. ഫോർഗോട്ടൺ, മറന്നിട്ടുണ്ടാവാം. എന്തിനെ കുറിച്ച്? കുറിച്ച് about the meeting. She must have forgotten. ഇപ്പൊ നിങ്ങൾ ഇവിടെ ചിന്തിക്കും മേ ഹാവോ മൈറ്റ് ഹാവോ ഒക്കെ ഉപയോഗിക്കത്തില്ലേ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെർസെൻറ്റേജ് തന്നിട്ടുള്ള ക്ലാസ് എടുത്തിരുന്നു, അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഷീ മസ്റ്റ് ഹാവ് ഫോർഗോട്ടൺ അബൌട്ട് ദ മീറ്റിംഗ്. തീർച്ചയായിട്ടും അവള് മീറ്റിങ്ങിനെ കുറിച്ച് മറന്നിട്ടുണ്ടാവാം. അവർ എയർപോർട്ടിലോട്ട് പോയിട്ടുണ്ടാവാം. they must have, ബാക്കി നിങ്ങൾ അങ്ങ് എഴുതൂ കേട്ടോ. എല്ലാം അങ്ങനെ തന്നാൽ ശരിയാവില്ലല്ലോ. ഇവിടെ ഏതാ വേർബ്, ബാക്കി എന്താണെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്യ. യെസ്. അടുത്ത, അവൻ താക്കോൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിലോ ഹി മസ്റ്റ് ഹാവ് ഫൗണ്ട് ദ കീ. അപ്പോ ഉണ്ടാവാം, മസ്റ്റ് ഹാവ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഹാവ് വന്നുകൊണ്ട് വേർബിന്റെ തേർഡ് ഫോം ആണ് വന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ? ഉറപ്പുള്ള കാര്യത്തിനാണ് എങ്കിൽ നമ്മൾ വിൽ പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നു. സംശയമുള്ളതാണ് എങ്കിൽ നമ്മൾ മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി ഉപയോഗിക്കുന്നു. ചെയ്തിട്ടുണ്ടാവാം എന്ന് പറയാനാണ് എങ്കിൽ നമ്മൾക്ക് ഹാവ് വേണം, കാരണം ഉണ്ടാവാം എന്നൊരു ഭാഗം ഉള്ളത് കൊണ്ട് ഹാവ് വേണം. ഹാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേർബിന്റെ തേർഡ് ഫോം ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് ഇനി സംശയം ഒരിക്കലും വരരുത്. ഇത് ക്ലിയർ ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെയ്യുടെയും മൈറ്റിന്റെയും ക്ലാസ് നിങ്ങൾ കേൾക്കണം. അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ട് എങ്കിൽ ഇതാ എന്റെ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ +2 കഴിഞ്ഞ് നിൽക്കുന്ന, ജോലിക്കൊക്കെ പോയിട്ട് ഇംഗ്ലീഷിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ കുട്ടികൾക്കും എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.